അയാൾ സീരിയലിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ സ്നേഹപൂർവ്വം ശ്യാമ എന്ന സീരിയലിൻ്റെ ഇന്നത്തെ റിവ്യൂയാണ്. അങ്ങനെ വരുന്ന കാര്യങ്ങളെല്ലാം അച്ഛനോട് അങ്ങ് തുറന്ന് പറയാണ്. അവർ 25 കോടി ആവശ്യപ്പെട്ട കാര്യം ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെങ്കിൽ ആ പണം തന്ന് അവർ തിരിച്ചു പോകുക എന്നുള്ള ആ ഒരു കാര്യം ആരതി പറഞ്ഞു എന്നതെല്ലാം വരുന്ന അച്ഛനോടും അമ്മനോടും അതുപോലെ തന്നെ മുത്തശ്ശിനോടും കാര്യങ്ങളൊക്കെ പറയാണ്. ആ സമയത്ത് അച്ഛൻ പറയുന്നുണ്ട്, അവർക്ക് എന്തായാലും നന്നായിട്ട് അറിയാം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിൽ അവർ എത്രമാത്രം നിങ്ങൾ ഒഴിഞ്ഞു പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്ന്. അതുകൊണ്ട് തന്നെയാണ് അവർ ഇത്രയും വലിയൊരു എമൗണ്ട് ചോദിച്ചതും. പിന്നെ ആരതി നേരിട്ട് അവരോട് അങ്ങോട്ട് പോയി ചോദിച്ചതാണ്, അല്ലാതെ അവർ ഇങ്ങോട്ട് വന്ന് പറഞ്ഞതല്ല. അതുകൊണ്ട് തന്നെ നിയമപരമായിട്ട് അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന്, ചതിക്കില്ല എന്നൊക്കെ എന്തായാലും അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടായിരിക്കും ഈ 25 കോടി എന്നൊക്കെ അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ മുത്തശ്ശിയും പറയുന്നുണ്ട്, എന്തായാലും ആ 25 കോടി കൊടുത്തിട്ട് വരുണിൻ്റെ ജീവിതം സേഫ് ആക്കണം എന്നാണ് ഒരു അഭിപ്രായം എന്ന് ജയഭാരതി മുത്തശ്ശി അങ്ങ് പറയാണ്. കാരണം അവർക്ക് ആ ഒരു 25 കോടിനെക്കാട്ടിലും എത്രയോ വലുതാണ് വരുണിൻ്റെ ജീവിതം എന്നാണ് അവരും പറയുന്നത്. അതൊക്കെ കേട്ടിട്ട് പത്മിനിയും പറയുന്നുണ്ട്, ഞാനും അത് തന്നെയാണ് പറയുന്നത്. 25 കോടിയേക്കാൾ നമ്മൾ ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടത് വരുണിൻ്റെ ജീവിതത്തിന് വേണ്ടിയാണ്. ആ 25 കോടി കൊടുത്താൽ അവർ നമ്മുടെ വരുണിനെ സുഖമായിട്ട് ജീവിക്കാൻ സമ്മതിക്കും. അല്ലെങ്കിൽ നമ്മുടെ രാധിക മോള് ഈ വീടിൽ നിന്ന് പടിയിറങ്ങുന്നത് ചിലപ്പോൾ നമുക്ക് കാണേണ്ടി വരും. അത് നമുക്ക് എന്തായാലും താങ്ങില്ല. അതുകൊണ്ട് നമുക്ക് അവളെ ഇവിടെ നിന്ന് അങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവായി കിട്ടുമല്ലോ എന്നൊക്കെ പത്മിനിയും പറയാണ്. അപ്പോൾ ഇവരുടെ അഭിപ്രായമെല്ലാം മാനിച്ച് തന്നെ അച്ഛനും പറയുന്നുണ്ട്, എന്തായാലും നമുക്ക് ആ 25 കോടി കൊടുത്തിട്ട് അവളെ ഈ കുടുംബത്തിൽ നിന്ന് ഒഴിവാക്കാം. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് നിൻ്റെ ജീവിതമാണ് എന്നൊക്കെ അവനോട് പറയാണ്. അപ്പോൾ അവൾക്ക് ആ 25 കോടി കൊടുക്കുകയാണ് എന്ന് അച്ഛൻ പറയുന്നത് കേട്ടിട്ട് വരുൺ അങ്ങ് ഞെട്ടുന്നുണ്ട്. വേണ്ട എന്നുള്ള അർത്ഥത്തിൽ അവൻ്റെ ഒരു ഭാവമൊക്കെ മാറുന്നുണ്ട്. എന്നിട്ട് അവൻ അങ്ങ് അവിടെ നിന്ന് എണീറ്റ് അങ്ങ് പോകും. ആ സമയത്ത് പരമേശ്വരൻ അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, എടാ ആ 25 കോടിയെക്കാട്ടിൽ എത്രയോ വലുതാണ് ഞങ്ങൾക്ക് നിൻ്റെ ജീവിതം. കാരണം ഞങ്ങൾക്ക് നിൻ്റെ ജീവിതം സമാധാനമായി ജീവിക്കാതെ ആ 25 കോടി കൊണ്ട് ഞങ്ങൾക്ക് ഒന്നും നേടാനില്ല. പിന്നെ നമ്മുടെ കണിമംഗലത്തിന് ഒരുപാട് സ്വത്തുക്കളുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ അതിലൊരു 25 കോടി അവർക്ക് കൊടുക്കുക എന്നത് പറഞ്ഞത് ഒരു വലിയ കാര്യമൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ അങ്ങ് കൺവിൻസ് ചെയ്യുന്നുണ്ട്. അവൻ്റെ ജീവിതമാണ് ആ 25 കോടിയേക്കാൾ വലുത്, അതല്ലാതെ ഞങ്ങൾക്ക് മറ്റൊന്നുമില്ല എന്നൊക്കെ അച്ഛൻ അങ്ങ് പറയാണ്. ആ ഒരു സ്നേഹവും കരുതലൊക്കെ കണ്ടിട്ട് വരുണിന് അങ്ങ് സങ്കടം വരുന്നുണ്ട്. അവരെല്ലാവരും അവർക്ക് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് കൊടുക്കുന്നതെന്നും അവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആർക്കാണ് എന്നുള്ള ആ ഒരു ധാരണ എന്തായാലും വരുണിന് വന്നിട്ടുണ്ട്. ആ സമയത്ത് ജയഭാരതി മുത്തശ്ശി അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട്, എടാ ആ 25 കോടി കൊടുത്ത് നിൻ്റെ ജീവിതം സേഫ് ആക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ അവൾ ജീവിതത്തിൽ വീണ്ടും വീണ്ടും വന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി നിൻ്റെ ജീവിതം ഒരു സമാധാനമായിട്ട് നിന്നെ രാധികനെ ഒരിക്കലും ജീവിക്കാൻ അവൾ സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാനും പറഞ്ഞത് ഈ 25 കോടി നമുക്ക് കൊടുക്കാടാ. നിൻ്റെ അച്ഛൻ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാടാ. നിൻ്റെ ജീവിതം അത് നല്ല രീതിയിൽ പോകണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞിട്ട് അവരോടൊക്കെ ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കുകയാണ്. അങ്ങനെ അവരങ്ങ് തീരുമാനിക്കുകയാണ് ആ 25 കോടി കൊടുത്തിട്ട് തൻ്റെ ജീവിതം അങ്ങ് സേഫ് ആക്കണമെന്ന്. പിന്നെ ഇറങ്ങിയത് ആരതി ആയതുകൊണ്ട് തന്നെ നിയമപരമായിട്ട് ആ ഒരു സേഫിലായിരിക്കും. അവർ ചതിക്കാനുള്ള ചാൻസും കുറവാണ് എന്നുള്ള ആ ഒരു ധാരണയിൽ അവരങ്ങ് എത്തുകയാണ്. പിന്നെ നമ്മുടെ ശ്യാമ രാധികയാണ്. അവരങ്ങനെ സ്നേഹിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അവരങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഈ രാധികക്ക് ശ്യാമ അങ്ങ് വാരി കൊടുക്കുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് വാരി കൊടുക്കുകയാണ് എൻ്റെ മകൾ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഭക്ഷണം അങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് രാധിക പറയുന്നുണ്ട്, അല്ല ആരാ പറഞ്ഞത് ആദ്യമായിട്ട് തരികയാണെന്ന്? ആ ഫിദ മേഡത്തിൻ്റെ രൂപത്തിൽ എനിക്ക് ഒരുപാട് നേരം ഭക്ഷണം കഴിപ്പിച്ചിട്ടുണ്ട്, എന്നെ ഉറക്കിയിട്ടുണ്ട്, എന്നെ നെഞ്ചോട് ചേർത്തിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ആ സമയത്ത് ശ്യാമ പറയുന്നുണ്ട്, അന്നൊക്കെ ഒരു മുഖം മൂടി ഉണ്ടായിരുന്നല്ലോ, ഒരു മറയുണ്ടായിരുന്നു നിൻ്റെ അടുത്തേക്ക് അങ്ങ് വന്ന് സ്നേഹിക്കാൻ. പക്ഷേ ഇപ്പോൾ അതൊന്നും ഇല്ലല്ലോ. ഒരു മറയില്ലാതെ ഞാൻ ആദ്യമായിട്ടാണ് നിന്നെ അങ്ങ് സ്നേഹിക്കുന്നത്, ഞാൻ ആദ്യമായിട്ടാണ് നിനക്ക് വാരിത്തന്ന് ഭക്ഷണം കഴിപ്പിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ശ്യാമ പറയുന്നുണ്ട്. എന്നിട്ട് അവൾക്ക് വീണ്ടും ഇങ്ങനെ ഭക്ഷണം വാരി കൊടുക്കുന്നുണ്ട്. വാരി കൊടുക്കുന്നതിൻ്റെ ഇടയിൽ അവരങ്ങ് സ്പീഡ് കൂട്ടുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് അവൾക്ക് അങ്ങ് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല. രാധിക പറയുന്നുണ്ട്, ഒന്ന് പതുക്കെ പതുക്കെ താ, ഇതെല്ലാം കൂടി എനിക്കങ്ങ് തിന്നാൻ കഴിയുന്നില്ല എന്നൊക്കെ ഇങ്ങനെ ഇവൾ പറയുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ഏടത്തി ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയാണ്. കാരണം ശ്യാമ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു സ്വന്തം മകളെ ഇങ്ങനെ അടുത്തിരുത്തി അങ്ങ് സ്നേഹിക്കണമെന്ന്. അപ്പോൾ ഇതങ്ങ് നടന്നിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കാഴ്ച അവർ കണ്ണിറയെ അങ്ങ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശ്യാമ പറയുന്നുണ്ട്, അത് ഞാൻ നിനക്ക് അത്രമാത്രം സ്നേഹമാണ് വാരി തരുന്നത് എന്നുള്ള രീതിയിൽ അവരങ്ങ് സംസാരിക്കുന്നുണ്ട്. അപ്പം നിനക്ക് ആദ്യമായിട്ട് വാരി തരുന്നതിൻ്റെ ആ ഒരു ഫീലിങ്ങിൽ അവരങ്ങനെ ചോദിക്കുന്നുണ്ട്, നിൻ്റെ വയറ് നിറഞ്ഞോ എന്നൊക്കെ അങ്ങനെ. അപ്പോൾ രാധിക അങ്ങ് പറയുന്നുണ്ട്, അങ്ങനെയൊക്കെ ചോദിച്ചാൽ എൻ്റെ കണ്ണ് നിറയും എന്നൊക്കെ ഇങ്ങനെ അവൾ പറയാണ്. അപ്പോൾ ശ്യാമ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നിൻ്റെ കണ്ണ് നിറയുന്നത് എന്ന്. അപ്പോൾ രാധിക പറയും, എനിക്ക് എനിക്ക് കണ്ണ് നിറയുന്നത് ഈ ഒരു സ്നേഹം എൻ്റെ അമ്മ സ്വന്തമായിട്ട് എനിക്ക് വാരി തരുന്നത് ആദ്യമായിട്ടാണ്. പക്ഷേ ഈ ഒരു സ്നേഹം, ഈ ഒരു ഫീലിംഗ് എനിക്ക്
യശോദാമ്മ വാരി തരുന്ന സമയത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഒരു അമ്മയുടെ ആ ഒരു സ്നേഹമൊക്കെ എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെയാണ് രാധിക പറയുന്നത്. ആ സമയത്ത് ശ്യാമക്ക് ഇങ്ങനെ കണ്ണ് നിറയുന്നുണ്ട്. കാരണം ഈ മകളെ അത്രയും അടുത്തിരുത്തി അങ്ങ് സ്നേഹിക്കാനുള്ള ഒരു ഭാഗ്യമാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അവർ പറയുന്നുണ്ട് എല്ലാം ദൈവം കാണുന്നുണ്ട്. അപ്പോൾ ദൈവമായിരിക്കും എനിക്ക് ഇങ്ങനെ തന്നത്. എനിക്കിതുവരെ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. സ്വന്തം മകളെ ഇങ്ങനെ അടുത്തിരിക്കി ഊട്ടാനുള്ളൊരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷേ അത് ഇപ്പോഴാണ് ദൈവം എനിക്ക് തന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ നിറ കണ്ണുകളോടെ തന്നെ ഒരുപാട് നേരം അങ്ങ് സ്നേഹിക്കും എന്നൊക്കെ ഇങ്ങനെ അവൾ അങ്ങ് പറയുന്നുണ്ട്. പിന്നീട് കണിമംഗലത്ത് പരമേശ്വരൻ ഇങ്ങനെ വീട്ടിൽ റൂമിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ പത്മിനി അവരുടെ അടുക്കിലേക്ക് അങ്ങ് വരുന്നുണ്ട്. അവൻ പത്മിനി പറയുന്നുണ്ട്, അതേ എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഞാനൊന്ന് ചോദിച്ചോട്ടെ എന്നൊക്കെ ഇങ്ങനെ ആദ്യം തന്നെ അങ്ങ് പെർമിഷൻ ചോദിക്കുകയാണ്. അവൻ പരമേശ്വരൻ പറയുന്നുണ്ട്, നീ ചോദിച്ചോ, അത് പിന്നെ നിനക്ക് എന്തും ചോദിക്കാനുള്ള ഒരു അധികാരം ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ അവളോട് അങ്ങ് തിരിച്ചു പറയാണ്. അവൻ പത്മിനി പറയുന്നുണ്ട്, അല്ല ഈ ഓഫീസിൽ ഈയിടെയായിട്ട് എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ 25 കോടി കൊടുക്കുന്നത് അതൊരു ബാധ്യതയാവില്ല, അതൊരു ബുദ്ധിമുട്ടാവില്ല? ഈ ഒരു പ്രശ്നങ്ങൾക്കിടയിൽ അത്രയും ഒരു എമൗണ്ട് കൊടുക്കുന്നത് തന്നെ ചെറിയൊരു പ്രശ്നമാവില്ലേ എന്നൊക്കെ പത്മിനി അങ്ങ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചോദ്യം കേട്ടിട്ട് പരമേശ്വരൻ പറയുന്നുണ്ട്, നീ ചോദിച്ച ചോദ്യം ശരിയാണ്. അത് ഇത്രയും വലിയൊരു പ്രശ്നങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിൽ 25 കോടി കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടായ ഒരു കാര്യം തന്നെയാണ്. പക്ഷേ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടിനെക്കാട്ടിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത് വരുണിൻ്റെ ജീവിതത്തിനാണ്. ആ ഒരു 25 കോടി കൊണ്ട് അവൻ്റെ ജീവിതം സേഫാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതല്ലേ നമുക്ക് നല്ലത് എന്നൊക്കെ ഇങ്ങനെ പരമേശ്വരൻ തിരിച്ച് ചോദിക്കുകയാണ് പത്മിനിയോട്. അവൻ പത്മിനി അത് തന്നെയാണ് ശരി വെക്കുന്നത്. അവൻ പരമേശ്വരൻ പറയുന്നുണ്ട്, എന്തായാലും ഓഫീസ് കാര്യങ്ങളിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചെറിയൊരു ഇതുവരെയുള്ള മുന്നേ ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ ഇടയായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരൊക്കെ എന്തൊക്കെയോ ഒരു ചരട് വലിക്കുന്ന പോലെയൊക്കെ ഇങ്ങനെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വരുണ് ഇതിൽ അശ്രദ്ധ കാണിച്ചു എന്നോ ബിസിനസ് നന്നായി കൊണ്ട് നടന്നില്ല എന്നുള്ള കാര്യങ്ങളൊന്നും എന്തായാലും ഞാൻ അവനെ കുറ്റപ്പെടുത്തില്ല. ഇത് അവൻ അറിയാതെ വന്ന എന്തോ ഒരു മിസ്റ്റേക്കാണ്. അതുകൊണ്ട് തന്നെ ഇനി മുതൽ അവൻ്റെ കൂടെ തന്നെ ഓഫീസിലേക്ക് ഞാനും പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ പത്മിനി പറയുന്നുണ്ട്, അതെന്തായാലും ഒരു നല്ല കാര്യം തന്നെയാണ് അവൻ്റെ കൂടെ തന്നെ പോകുന്നത്. അവനെന്തായാലും പുതിയതായിട്ട് അങ്ങ് കയറിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് അച്ഛൻ അവിടെ ഉണ്ടാകുന്നതൊക്കെ ഒരു നല്ല കാര്യം തന്നെയാണ് എന്നുള്ള രീതിയിലാണ് പത്മിനി അവരോട് അങ്ങ് തിരിച്ചു പറയുന്നത്. അവൻ പരമേശ്വരൻ പറയുന്നുണ്ട്, നമുക്ക് ആ 25 കോടി ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞിട്ട് അത് സ്വീകരിച്ച് അവർ സന്തോഷമായിട്ട് ജീവിക്കാൻ കഴിയുകയാണെങ്കിൽ ആ പ്രിയങ്കയും കൂട്ടരും അങ്ങ് സുഖിച്ച് ആ പണം കൊണ്ട് അങ്ങ് ജീവിച്ചോട്ടെ. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യാൻ? അവരിങ്ങനെ തട്ടിപ്പറിച്ച് പോയതല്ലേ, അതുകൊണ്ട് അവരത് അങ്ങ് കൊണ്ട് ഉപയോഗിച്ച് അങ്ങ് സുഖിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പരമേശ്വരൻ പറയുന്നുണ്ട്. പിന്നെ പരമേശ്വരന് പത്മിനിയോടൊരു സംശയം പറയാണ്. എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. ഇപ്പം പുതുതായി വന്നിട്ടുള്ള ആ ഒരു മാനേജർ, അവൻ്റെ കാര്യത്തിൽ എനിക്ക് ചെറിയൊരു സംശയമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പത്മിനിയോട് പറയണം. അപ്പോൾ പത്മിനി പറയുന്നുണ്ട്, അല്ല പക്ഷെ വരുണ് പറയുന്നത് അവൻ്റെ നല്ലൊരാളാണ്, അവന് വിശ്വസിക്കാൻ കൊള്ളുന്നവനാണ് എന്നൊക്കെയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പത്മിനി തിരിച്ചു പറയണം. പക്ഷേ പരമേശ്വരൻ പറയുന്നത്, എന്തായാലും അവന് നല്ല വിശ്വസ്തതയൊക്കെ ഉണ്ട്, അവന് പറയുന്നതിലൊക്കെ ഒരു ആത്മാർത്ഥതയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ വരുണ് പറഞ്ഞു. പിന്നെ വരുണ് അവനെ നന്നായിട്ട് അങ്ങ് വിശ്വസിച്ചിരിക്കുകയാണ്. പക്ഷേ നമ്മൾ ഈ ഒരു എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് ഇത്രയും കാലമുള്ള ഈ ഒരു വയസ്സാം കാലം വരെ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് അങ്ങനെ നമ്മൾ പെട്ടെന്നൊരാളെ അങ്ങ് കണ്ണടിച്ച് വിശ്വസിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അയാളുടെ പേരിൽ ചെറിയൊരു സംശയം ഉണ്ട്. എൻ്റെ ഒരു മനസ്സിൽ എനിക്കങ്ങനെ ഒന്ന് തോന്നുന്നുണ്ട് എന്നൊക്കെ അങ്ങനെ പത്മിനിയോട് പറയാണ്. പക്ഷെ വരുൺ അയാളെ പറ്റി പറയുന്നതെല്ലാം നല്ല കാര്യങ്ങളാണ്. അവരുടെ ആ ഒരു വാക്കുകളും അവൻ്റെ ആ ഒരു പ്രവൃത്തികളും എല്ലാം വരുണിന് സപ്പോർട്ടായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. എന്നിരുന്നാലും അതിൻ്റെ ഇടയിൽ എനിക്ക് ചെറിയ സംശയങ്ങൾ അവൻ്റെ പേരിലുണ്ട്. ഇനി മുതൽ ഞാനും അവൻ്റെ കൂടെ ഓഫീസിൽ ഇരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്തായാലും ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞ് ഒതുങ്ങുന്നത് വരെ ഞാനും അവൻ്റെ കൂടെ ഓഫീസിൽ പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആ സമയത്ത് എന്തായാലും അവരെന്തെങ്കിലും ചെയ്യുന്നതൊക്കെ നേരിട്ട് കാണാൻ കഴിയല്ലോ എന്നുള്ള രീതിയിലാണ് അച്ഛൻ എന്തായാലും അങ്ങനെ പറഞ്ഞിട്ടുള്ളത് എന്നാണ് തോന്നുന്നത്. കാരണം ഓഫീസിൽ നേരിട്ട് പോയാൽ അയാളുടെ ആ ഒരു നീക്കങ്ങളും കാര്യങ്ങളൊക്കെ വരുണിൻ്റെ കൂടെ തന്നെ ഇയാൾക്കും വീക്ഷിക്കാം. കാരണം അവർക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ചതിയനരായ ആ ഒരാളാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ കഴിയും എന്നാണ് പരമേശ്വരൻ്റെ പത്മിനിയോട് പറയുന്നത്. അവൻ പത്മിനി അത് ശരി വെക്കുകയാണ്. കാരണം അതൊരു നല്ല കാര്യം തന്നെയാണ്, ആ ഒരു നല്ല തീരുമാനം തന്നെയാണ്. അവനെ ഒറ്റക്കാക്കി വിടേണ്ടല്ലോ ഓഫീസ് കാര്യങ്ങളെല്ലാം, കൂടെ അച്ഛനെ നിന്ന് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല എന്നുള്ളത് തന്നെയാണ് പത്മിനി അങ്ങനെ തീരുമാനിക്കുന്നത്. എന്തായാലും അച്ഛൻ ആ ബെഞ്ചമിനെ കുറിച്ചുള്ള ചെറിയൊരു സംശയം തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ പിന്നെ അയാളെ അങ്ങ് ശ്രദ്ധിക്കാൻ എന്തായാലും തുടങ്ങും. പരമേശ്വരൻ ഇറങ്ങിയാൽ പിന്നെ എങ്ങനെയെങ്കിലും അയാളെ അങ്ങ് പിടിക്കാനും അയാളുടെ ഒരു തെറ്റ് കണ്ടെത്താനും ഉള്ള ഒരു ചാൻസ് കൂടുതലായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ അവൻ്റെ അടിവേര് അവിടെ അങ്ങ് ഇളകാൻ പോകുകയാണോ എന്നുള്ളൊരു ചെറിയൊരു സംശയം ഇല്ലാതില്ല.
പിന്നെ രാത്രിയായി, രാധിക നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ശ്യാമ അവളുടെ റൂമിലേക്ക് ഇങ്ങനെ വന്നിട്ട് അവളെ ഇങ്ങനെ നോക്കി നിൽക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ മകൾ ഇങ്ങനെ സുഖമായിട്ട് ഉറങ്ങുന്നത് കാണാൻ തന്നെ ഒരു രസമാണ് എന്നുള്ള മട്ടിലാണ് എന്തായാലും ശ്യാമ അങ്ങനെ നോക്കി നിൽക്കുന്നത്. ആ അരികിൽ അങ്ങനെ ഉറങ്ങുന്നത് നോക്കി നിൽക്കുന്നത് തന്നെ വേണമെങ്കിൽ ശ്യാമ ആദ്യമായിട്ടായിരിക്കും. അപ്പോൾ അവളുടെ ആ ഒരു ഉറക്കമൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുന്ന സമയത്ത് ഏടത്തി അങ്ങോട്ട് വരികയാണ്. അപ്പോൾ എന്താണ് ഇങ്ങനെ നോക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ അവരോട് ചോദിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ പറയുന്നുണ്ട് എൻ്റെ മകൾ ഇത് സുഖമായിട്ട് ഉറങ്ങുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവളോട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏടത്തി അവരോട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം പോയി കിടന്നുറങ്ങാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശ്യാമ പറയുന്നുണ്ട് എന്തായാലും ഞാനും ഒന്ന് ഉറങ്ങട്ടെ എന്നൊക്കെ അങ്ങനെ പറയണം. അപ്പോൾ ഏടത്തി പറയുന്നുണ്ട് എന്തായാലും മകളുടെ അടുത്ത് തന്നെ പോയി കിടന്നുറങ്ങിക്കോ. ആദ്യമായിട്ട് അങ്ങ് മകളുടെ അടുത്ത് അങ്ങ് അരികിൽ അങ്ങ് കിടന്നുറങ്ങുന്ന ഒരു നിമിഷമാണ്. അതുകൊണ്ട് തന്നെ ഏടത്തി പറയുന്നുണ്ട് നീ അവിടെ പോയി കിടന്നുറങ്ങിക്കോ, എനിക്ക് ആ കിച്ചണിൽ കുറച്ച് പണികളുണ്ട്, അതുകൊണ്ട് അതൊക്കെ തീർത്തിട്ട് ഞാൻ വരാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഈ ഏടത്തി അങ്ങ് പോകാൻ നിൽക്കുക. ആ സമയത്ത് ആ വീടിനകത്തേക്ക് ഒരാളങ്ങ് കയറി വരാൻ ശ്രമിക്കുന്നുണ്ട്. അത് നമ്മുടെ ബെഞ്ചമിനാണ്. എങ്ങനെയെങ്കിലും ആ ഒരു വിൽപ്പത്രം കൈക്കലാക്കി നശിപ്പിക്കാനുള്ള ഒരു പണിയിലാണ് അയാൾ അങ്ങ് കയറി വരുന്നത്. അപ്പോൾ പുറത്താണെങ്കിൽ വാതിലങ്ങ് തുറന്നിട്ടിട്ടുണ്ട്. ഇവരാണെങ്കിൽ മുകളിൽ രാധികയുടെ അടുത്ത് അങ്ങ് ഇരുന്ന് സംസാരിക്കുകയാണ്. അവരാണെങ്കിൽ മുൻഭാഗത്തുള്ള ഡോർ അങ്ങ് തുറന്നിട്ടിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ബെഞ്ചമിൻ ഈസി ആയിട്ട് ആ വീടിനകത്തേക്ക് കയറാനുള്ള ഒരു വഴിയായി. അപ്പോൾ ബെഞ്ചമിൻ ആരും കാണാതെ ആ വീടിനകത്തേക്ക് അങ്ങ് കയറുന്നുണ്ട്. വീടിനകത്ത് എന്തായാലും ആരെയും കാണുന്നില്ല. എല്ലാവരും മുകൾ ഭാഗത്ത് രാധികയുടെ അടുത്താണ്. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് നല്ല ഈസി ആയിട്ട് ആ വീടിനകത്ത് അങ്ങ് കയറി കൂടുകയാണ് അയാൾ. അപ്പോൾ ഇതൊന്നും അറിയാതെ ഈ ഏടത്തി പറയുന്നുണ്ട് ശ്യാമിനോട് ഞാൻ എന്തായാലും കിച്ചണിലൊന്ന് പോയി നോക്കട്ടെ, അവിടെ എനിക്ക് കുറച്ചുകൂടി ജോലികളുണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വരാം എന്നൊക്കെ അങ്ങനെ പറയുന്ന സമയത്ത് ശ്യാമ അവരങ്ങ് പിടിച്ചു വെക്കുന്നുണ്ട്. അവരുടെ ആ ഒരു കൈകളിലൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കൂടെ നിന്നൊരു കൈയാണിത്. എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ദുഃഖങ്ങൾ വരുന്ന സമയത്തൊക്കെ ഞാൻ ഓടി വന്നിരുന്നത് ഈ ഒരു കൈക്കരികിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഏടത്തിനോട് അങ്ങ് നന്ദി പ്രകടനം നടത്താണ്. ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിലും തൻ്റെ കൂടെ തന്നെ നിന്ന് എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കിടയിലും തൻ്റെ ഒരുമിച്ച് തന്നെ നിന്ന ആ ഒരു നന്ദി എന്തായാലും ശ്യാമ അവരോട് അങ്ങ് പ്രകടിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ശ്യാമ പറയുന്നുണ്ട് നമ്മളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും എന്തായാലും ഇപ്പോൾ കഴിഞ്ഞിരിക്കണം, മകളെ അങ്ങ് തിരിച്ച് കിട്ടിയിരിക്കുകയാണ്, എനിക്കിനി അവളെ ഒന്ന് നന്നായിട്ട് സ്നേഹിക്കണം, അതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ സ്വത്തുക്കളും എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ പേരിൽ എഴുതി വെക്കണം, അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ തീർക്കണം എന്നാണ് എൻ്റെ തീരുമാനം എന്നൊക്കെ പറയുമ്പോൾ ഏടത്തിയും പറയുന്നുണ്ട് അത് ശരിയാണ്, ഇനി എന്തായാലും മകളെ അങ്ങ് സ്നേഹിക്കാൻ തുടങ്ങുകയല്ലേ, അതുകൊണ്ട് ആ സ്വത്തുക്കളെല്ലാം മകളുടെ പേരിൽ എഴുതി വെച്ചേക്ക് എന്നൊക്കെ ഇങ്ങനെ അവരോടും പറയുന്നുണ്ട്. എന്നിട്ട് അവർ പറയുന്നുണ്ട് എന്തായാലും ഞാൻ പോയി നോക്കട്ടെ കിച്ചണിലേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ശ്യാമയുടെ അടുത്ത് നിന്ന് അങ്ങ് പോവുകയാണ്. ശ്യാമിനോട് ഈ രാധികയുടെ അരികിൽ അങ്ങ് കിടന്നുറങ്ങാനൊക്കെ പറഞ്ഞിട്ടാണ് ഏടത്തി അങ്ങ് പോകുന്നത്. അപ്പോൾ അവർ അങ്ങ് താഴെ പോയിട്ട് ഒരു വെള്ളമൊക്കെ എടുത്ത് അങ്ങ് തിരിച്ച് മേലേക്ക് കയറുന്നുണ്ട്. ഇതൊക്കെ ബെഞ്ചമിൻ അങ്ങനെ ഒളിഞ്ഞിരുന്ന് കാണുകയാണ്. അപ്പോൾ മിക്കവാറും ഈ ബെഞ്ചമിന് ഈസി ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും ഈ ഒരു വിൽപത്രം മോഷ്ടിക്കുക എന്നുള്ളത് എന്നാണ് തോന്നുന്നത്. അവരെല്ലാവരും സെക്കൻഡ് ഫ്ലോറിലാണ്, ഇയാൾക്കാണെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിൽ ആരുമില്ല. സുഖമായിട്ട് തന്നെ അത് മോഷ്ടിച്ച് അങ്ങ് കൊണ്ടുപോകാനുള്ള എല്ലാ വഴികളും അവിടെ തന്നെ തെളിഞ്ഞ് കിടപ്പുന്നുമുണ്ട്. അപ്പോൾ മിക്കവാറും ബെഞ്ചമിൻ ആ ഒരു വിൽപ്പത്രം എടുക്കുമോ അതോ ഇനി അവരങ്ങ് കണ്ടെത്തുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. കാരണം അത് രണ്ട് സ്ത്രീകളുമാണ്. പിന്നെ ഈ ബെഞ്ചമിൻ ആണെങ്കിൽ കുറച്ച് കയ്യൂക്കുള്ള ഒരാളായതുകൊണ്ട് തന്നെ ഇനി ഇവരെങ്ങാനും പിടിക്കപ്പെട്ടാൽ ഈസി ആയിട്ട് അവിടെ നിന്ന് അങ്ങ് തടി തപ്പാനുള്ള ഒരു കഴിവ് ഈ ബെഞ്ചമിനുണ്ട്. അപ്പോൾ ഈ വിൽപ്പത്രം നഷ്ടമാകുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നാളത്തെ എപ്പിസോഡിൽ വേണമെങ്കിൽ ഇനി ബെഞ്ചമിന് ആ ഒരു വിൽപ്പത്രം മോഷ്ടിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അയാളെ അങ്ങ് പിടിക്കപ്പെട്ടാൽ മതിയായിരുന്നു എന്നൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ആ ഒരു വിൽപ്പത്രം നഷ്ടപ്പെട്ടാൽ അവരുടെ ആ ഒരു പ്ലാനിങ് കൂടുതലും ഒരു സക്സസ് ആവാനാണ് പോകുന്നത്. പക്ഷേ എൻ്റെ ഒരു സംശയത്തിൽ ഈ ശ്യാമക്ക് ഈ വിൽപ്പത്രം നഷ്ടപ്പെട്ടാൽ വേറെ ഒന്നും ഉണ്ടാക്കിയാൽ പോരെ എന്നാണ്. എന്തായാലും ഇതിന് പിന്നിലുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അത്ര വലിയ ധാരണ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് കാത്തിരുന്ന് തന്നെ ഇതിൻ്റെ അടുത്ത എപ്പിസോഡ് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഓക്കെ, ബൈ ഓൾ.